നമസ്കാരം, കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൗസിംഗ് ലോൺ സംബന്ധമായിട്ട് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സിബിൽ സ്കോർ സംബന്ധമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ബാധിക്കുന്നില്ല. സിബിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കിലും ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എടപ്പള്ളി, കാക്കനാട്, പാലാരിവട്ടം ഇതിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് പടമുകൾ ഭാഗത്തായിട്ട് 3.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂം വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു മനോഹരമായിട്ടുള്ള പീസ്ഫുൾ ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. സൈഡിലായിട്ട് 2 വീടുകളുണ്ട്. തൊട്ട് നടുക്കാണ് ഏകദേശം 3.5 മീറ്റർ വഴിയോട് കൂടിയിട്ടാണ് ഈ വീടുള്ളത്. സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റോട് കൂടിയിട്ടുള്ള വീടാണ്. തൊട്ട് സൈഡിലായിട്ട് ഒരു മിനി ഗാർഡൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ഒരു 7 സീറ്റർ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ കാർ പോർച്ച് ഉണ്ട്. ആന്റിൽ സ്ലിപ്പറി ആയിട്ടുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്നാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഒരു TV യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ. തൊട്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ഏരിയയിൽ ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ കൊടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്, അത് കബോർഡ് വർക്കിന്റെ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രീമിയം ടച്ചോട് കൂടിയിട്ടുള്ള കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലൈറ്റിങ്ങും അതേപോലെ തന്നെ വളരെ മനോഹരമാണ്. അതിനെ അതിമനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഫേബറിന്റെ ഒരു ഇലക്ട്രിക് ചിമ്മിണിയും കൊടുത്തിട്ടുണ്ട്. ഫേബർ എന്ന കമ്പനിയുടെ ബ്രാൻഡഡ് ഇലക്ട്രിക് ചിമ്മിണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ കാർ പോർച്ച്, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, താഴെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ കിച്ചണും ഉണ്ട്. ഇത്രയാണ് താഴത്തെ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബെഡ്റൂമിലേക്ക് പോവാം. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം ആണുള്ളത്. ഒരു ചെറിയ കബോർഡും കൊടുത്തിട്ടുണ്ട്. 2 ഡോറിന്റെ ഒരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ടു സീലിംഗ് ആയിട്ടുള്ള ടൈൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രീമിയം ടച്ചോട് കൂടി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 3 ടോയ്ലറ്റുകളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ടൈൽസ് ആണ് ഈ ടോയ്ലറ്റുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോർ ടു സീലിംഗ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടു സീലിംഗിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്ലീനിങ് ഭയങ്കര ഈസിയാണ്. നമ്മൾ ബാത്റൂമിലുള്ള വെള്ളം തൊട്ടപ്പുറത്തെ റൂമിലേക്കോ കബോർഡിലേക്കോ ഒലിച്ചിറങ്ങുന്ന ഒരു രീതിയുണ്ട്, ഇപ്പോൾ പൊതുവെ കാണാറുണ്ട് പല വീടുകളിലും. അത് കുറെ കുറയ്ക്കാനായിട്ട് പറ്റും സീലിങ്ങുകളായിട്ട് ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ. സിറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം. അതേപോലെ തന്നെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ വിഗാർഡിന്റെ സ്വിച്ചസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിലാണെന്നുണ്ടെങ്കിലും ആന്റി സ്ലിപ്പറി ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലീനിങ് ഒക്കെ വളരെ ഈസിയാണ്. വെള്ളം വീണാലും നമുക്ക് സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള ഗ്രാനൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മേളത്തെ ഫ്ലോർ വരെ ഇതിന്റെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഔട്ട് സൈഡിൽ നിന്നല്ല സ്റ്റെയർസ് ഉള്ളത്, അകത്തുനിന്ന് തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മേളിലേക്ക് കയറി പോയി തന്നെ 2 ബെഡ്റൂം, ഒരു ഹാൾ, അതേപോലെ തന്നെ 2 ബാൽക്കണീസ് ആണ് ഇതിനകത്തുള്ളത്. 2 ബെഡ്റൂമിലും ബാൽക്കണീസ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വ്യാസവിദ്യാലയ സ്കൂളിലേക്ക് വെറും നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. ആദർശ ഭവൻ സ്കൂൾ, അതേപോലെ തന്നെ വ്യാസവിദ്യാലയ സ്കൂൾ, അതേപോലെ തന്നെ നമുക്ക് വെണ്ണല സ്കൂൾ, അങ്ങനെ ഒരുപാട് സ്കൂളുകൾ തൊട്ടടുത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. കാക്കനാട് സെസ്സിലേക്ക് വെറും 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ ആദർശ ഭവൻ സ്കൂളിലേക്കുള്ളത്. പാലച്ചോട് ജംഗ്ഷനിൽ നിന്നും വെറും 600 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിലേക്കുള്ളത്. തൊട്ടടുത്ത് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,10,00,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം. ബൈ.